വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള അജ്രക് പ്രിന്റഡ് ബോർഡറും മുന്താണിയും ബ്ലൗസ് പീസും വന്നിരിക്കുന്ന ബ്ലാക്ക് ബേസിലുള്ള സെമി മോഡൽ സിൽക്ക് സാരീസ്, അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സെമി മോഡൽ സിൽക്ക് സാരീസ് അത് തരുന്ന ആ ഒരു പ്രീമിയം ലുക്കും അതിന്റെ ഒരു ഭംഗിയും ഒന്നും വേറെ തന്നെയാണ്. വളരെ ബോഡി ഹക്കിംഗ് ആയിട്ടുള്ള നേച്ചറാണ് നമുക്ക് സെമി മോഡൽ സിൽക്ക് സാരീസിന് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ബേസിലുള്ള സാരീസ് ആണ്. ബ്ലാക്ക് ബേസിൽ നമുക്ക് ബോർഡറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അജ്ര പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മെറൂണും ക്രീമും അതുപോലെ ഒരു മെറ്റാലിക് ആഷ് കളറും ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ്. മുകളിലും താഴെ നമുക്ക് സെയിം വിഡ്ത്തിലാണ് ആ ഒരു ബോർഡർ വന്നിരിക്കുന്നത്. ഇതാണ് താഴത്തെ പ്ലീച്ചിൽ നിന്ന് വരുന്ന വ്യൂവ്. ഒരു ബ്ലാക്ക് കളറും താഴത്തെ പ്രിന്റ് ഒക്കെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതാണ് സാരിയുടെ മുന്താണി. മുന്താണിയിൽ നമുക്ക് ഈ ഒരു സെയിം പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ബോർഡറിൽ വന്നിരിക്കുന്ന പ്രിന്റും പിന്നെ കുറച്ച് ലൈൻസും പിന്നെ മിഡിൽ പാർട്ടിലേക്ക് വരുമ്പോൾ കുറച്ചൊരു വലിയൊരു പ്രിന്റും ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. നമുക്ക് ബോർഡറിൽ വന്നിരിക്കുന്ന ഒരു സെയിം പ്രിന്റ് തന്നെയാണ് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. അടുത്ത സാരി വന്നിരിക്കുന്നതും ബ്ലാക്ക് ബേസിലാണ്. ഇതിൽ നമുക്ക് ബോർഡറിൽ വന്നിരിക്കുന്ന ആ ഒരു അജ്ര പ്രിന്റിന്റെ കളർ കോമ്പിനേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിൽ നമുക്ക് ഒരു ഗോൾഡും അതുപോലെ മെറ്റാലിക് ആഷും ക്രീമും കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. ഇതാണ് മുകളിലത്തെ പ്ലീറ്റ്സിൽ നിന്ന് വരുന്ന ഒരു വ്യൂവ്. ഇതാണ് സാരിയുടെ മുന്താണി. മുന്താണിയിലും അതുപോലെ തന്നെ ബ്ലൗസ് പീസിലും സെയിം പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഒരു സാരി കൊണ്ടുവന്നിരിക്കുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 820 ആണ്. റെഡി ടു ഡിസ്പാച്ച് ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്. സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.